അടുത്ത കാലത്തായി രൂപീകരിച്ച അരവത്ത് കനവ് പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പ്രഥമ പ്രവർത്തനം മാതൃകാപരവും നന്മ നിറഞ്ഞതുമായിരിക്കണമെന്ന അംഗങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് കാലങ്ങളായി തരിശായി കിടക്കുന്ന അരവത്ത് പാടശേഖരത്തെ വിളനിലമാക്കുന്നത്. വളക്കൂറിന് പെരുമകേട്ട അരവത്തെ വിശാലമായ പാടശേഖരം ബേക്കൽ മുക്കൂണ്ട് അഴിമുഖത്തു നിന്നും ഉപ്പുവെള്ളം കയറുന്നതിനാലാണ് കാലങ്ങളായി തരിശായി കിടക്കാൻ ഇടയാക്കിയത്. ഉപ്പുവെള്ളം കയറി കൃഷി വ്യാപകമായി നശിക്കാൻ തുടങ്ങിയതോടെ ഗത്യന്തരമില്ലാതെ കർഷകർ കൃഷി ഉപേക്ഷിക്കുകയായിരുന്നു. ഈ പാടശേഖരത്തിലെ ഒരേക്കറോളം വയലിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കനവ് സംഘ കൃഷിക്കാർ നെൽകൃഷി ചെയ്യുന്നത്. ഇതിനായി തഴക്കവും വഴക്കവും വന്ന കനവിലെ 20ഓളം അംഗങ്ങൾ വയലെടുക്കാൻ ഒറ്റക്കെട്ടായി ഇറങ്ങിയതോടെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലായി. കയമ്മ വിത്തിനത്തിലാണ് പുഞ്ചകൃഷിയിൽ ഇവരുടെ കാർഷിക പാഠം. കൃഷിവകുപ്പും പഞ്ചായത്തും ഇവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനവും സഹായവും നൽകാൻ മുന്നിട്ടിറങ്ങിയതോടെ ലക്ഷ്യത്തിലേക്കുള്ള ഇവരുടെ വഴി എളുപ്പമാകുന്നു. പള്ളിക്കര പഞ്ചായത്തിലെ തരിശുപാടങ്ങളെ വിളനിലമാക്കി മാറ്റാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമാണ് അരവത്തെ ഈ കൃഷിയെന്നും ഞാറുനട്ട് കൃഷിയുടെ ഉദ്ഘാടനം നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ പറഞ്ഞു. പൊതുവെ പഞ്ചായത്തിനകത്ത് കൃഷിക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ ഓരോ വർഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നെൽകൃഷിക്കുണ്ട്, തെങ്ങിന് ഉണ്ട്, കവുങ്ങിനുണ്ട്, അതുപോലെ തന്നെ എല്ലാ കൃഷികൾക്കും മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പ്രോജക്റ്റുകൾ എല്ലാ വർഷവും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ വർഷം നമ്മൾ ഏതാണ്ട് ഒരു 89 ലക്ഷത്തോളം രൂപ കൃഷികൾക്ക് മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ നെൽകൃഷിക്ക് വരും, തെങ്ങിന്റെ കൃഷിക്ക് വരും, കവുങ്ങ് കൃഷി, എല്ലാ കൃഷിയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതുപോലെ തന്നെ തരിശായി കിടക്കുന്ന എല്ലാ ഭൂമിയും കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ നിലയിൽ MLAയുടെ സഹായത്തോടുകൂടി വരുന്ന വർഷം അത് പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള സർവേ ആരംഭിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് സർവേ ആരംഭിച്ച് അതിന്റെ കൃത്യമായി കണക്ക് കിട്ടിയ മുറക്ക് അതിലെല്ലാത്തിലും കൃഷി ചെയ്യാൻ ആവശ്യമായ നിലയിൽ പിന്നെ ഇത്തരം സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലൊക്കെ ആവശ്യമായ നടപടി ആരംഭിക്കാനാണ് പഞ്ചായത്തിന്റെ ഒരു പൊതു തീരുമാനം. അരവത്ത് പാടശേഖര സമിതിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല വിളവ് കിട്ടുന്ന ഒരു വയലാണ് അരവത്ത് പാടശേഖര സമിതി. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഉണ്ടാകുന്ന ഒരു പൊതു പ്രശ്നം എന്ന് പറയുന്നത് ഈ അഴിമുഖത്തിനോട് ഉള്ളൊരു അനുബന്ധമായുള്ള വയലാണിത്. അപ്പൊ അഴി കെട്ടുന്ന മുറക്കം എന്താണെന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം കയറുന്ന ഒരു പ്രശ്നം ഈ വയലിനെ നന്നായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഉൽപാദന കുറവുണ്ടാകുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ നെല്ല് വളർച്ചയില്ലാത്ത ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ കൃഷിക്കാർക്ക് അതിന്റെ ഭാഗമായ ഒരു മടുപ്പുണ്ട്. പഞ്ചായത്തിനെ തരിശുരഹിത പഞ്ചായത്താക്കാൻ MLAയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായി അളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഉപ്പുവെള്ളം പാടശേഖരത്തിലെത്തുന്നത് തടയാൻ അഴിമുഖം വെട്ടിമാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഫണ്ട് നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കൃഷി ഓഫീസർ നഫീസത്ത് ബീവിയാണ് കനവിലെ അംഗങ്ങൾക്ക് നെൽകൃഷിയിൽ എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകുന്നത്. ഇവരുടെ പിന്തുണയും തങ്ങളുടെ പരിചയസമ്പന്നതയും മുതൽക്കൂട്ടാക്കി നെൽകൃഷിയിൽ വൻ വിജയം കൊയ്യാനുള്ള നിശ്ചയദാർഢ്യത്തിലാണ് ഇവർ. ഞാറുനടിയിൽ ഉത്സവത്തിൽ അജിയൻ പനയാൽ, M കരുണാകരൻ, VV സുകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കനവിലെ അംഗങ്ങളായ പാടശേഖര സമിതി പ്രസിഡന്റ് കേശവൻ, രമണൻ, കുമാരൻ, ജനാർദ്ദനൻ, കൃഷ്ണൻ എന്നിവരാണ് ഈ കൃഷിഗാഥയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്.